ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻ വെള്ളത്തിന് ഫോഴ്സ് തീരെ കുറവുള്ള സ്ഥലങ്ങൾ കാണും. അപ്പോൾ ചില വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നേരെ ഓവർഹെഡ് ടാങ്കിലോട്ട് കയറാതെ വരുന്ന സമയങ്ങളിൽ നമ്മൾ താഴെ ഒരു കപ്പാസിറ്റി കൂടിയ ഒരു ടാങ്ക് താഴെ വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് എങ്ങനെയാണ് കയറ്റുന്നതെന്ന് കാണിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് കോർപ്പറേഷൻ വെള്ളത്തിൻ്റെ 2 കണക്ഷനുകളാണ് വരുന്നത്. അപ്പോൾ 2 TC ആണ് വരുന്നത്. ഇപ്പോൾ വാടക കൊടുത്തിരിക്കുന്ന പോർഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ഫ്ലോട്ട് വാൾവ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് 2 കണക്ഷനും 2 ഫ്ലോട്ട് വാൾവ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ട് അതിൽ നിന്നാണ് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഏറ്റവും അടിവശത്തായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിലേക്കായിട്ട് നമുക്കൊരു ക്ലീൻ ഔട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് 1 ഇഞ്ചിൻ്റെ വാൽവ് ഉപയോഗിച്ചിട്ട് 1 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടറിൽ 1 ഇഞ്ച് വാൽവ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് 1 ഇഞ്ചിൻ്റെ ഹോൾസ് വെറ്റ് ഉപയോഗിച്ചിട്ട് ടാങ്കിൽ ഒരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്കുകൾ വെക്കുമ്പോൾ എപ്പോഴും കപ്പാസിറ്റി കൂടിയ ടാങ്കുകളായിരിക്കണം വെക്കേണ്ടത്. കാരണം ഓവർഹെഡ് ടാങ്ക് ഒരു 500 ലിറ്റർ ആണെങ്കിൽ താഴെ നമ്മളെപ്പോഴും 1000 ലിറ്റർ സ്റ്റോറേജുള്ള ടാങ്കാണ് വെക്കേണ്ടത്. കാരണം ആ 1000 ലിറ്ററിൽ നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുമ്പോൾ നമ്മളിപ്പോൾ ഒരു 500 ലിറ്റർ മുകളിൽ അടിച്ചാൽ 500 ലിറ്റർ വെള്ളം താഴെ സ്റ്റോറായി കിടക്കണം. അപ്പോൾ അത്തരത്തിൽ വേണം ഇത്തരത്തിലുള്ള ടാങ്കുകൾ നമ്മൾ സമ്പ് രീതിയിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ടാങ്കുകൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ടാങ്കുകളിലേക്ക് 2 ഫ്ലോട്ട് വാൽവിൻ്റെ കണക്ഷൻ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലോട്ട് വാൽവ് കൊടുക്കുന്നതിന് ഏറ്റവും ഒരു 3/4 ഇഞ്ചിൻ്റെ ഹോൾസ് ബെറ്റ് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈനുകളാണുള്ളത്. ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോട്ട് കട്ടാവുകയും ആ ലൈന് വെള്ളം പിന്നീട് അതിലോട്ട് വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലോട്ട് വാൽവ് ഇട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ പമ്പ് അതിനകത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു ഓസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടാങ്കുകളിലേക്ക് അടിക്കുന്നത്.
ഈ 2 ലൈനുകളിലോട്ടും നമ്മൾ പ്രത്യേകം വാൽവുകളിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവ് എപ്പോഴെങ്കിലും നമുക്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ ലീക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആ വാൽവ് ക്ലോസ് ചെയ്ത് ഇടാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫ്ലോട്ട് വാൽവിലേക്കും നമ്മൾ 2 വാൽവുകൾ അത്യാവശ്യമാണ്. അതുമാത്രമല്ല നമ്മൾ ആ ഫ്ലോട്ട് വാൽവിൻ്റെ ആ സൈഡിലായിട്ട് 2 യൂണിയൻ കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. യൂണിയൻ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലോട്ട് വാൽവ് എപ്പോഴെങ്കിലും കംപ്ലൈൻ്റ് ആയി വരുന്ന സമയങ്ങളിൽ നമുക്ക് യൂണിയൻ അഴിച്ചിട്ട് നമുക്ക് ഫ്ലോട്ട് വാൽവ് രണ്ടാമത് സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും കട്ട് ചെയ്ത് സോക്കറ്റ് ഇടേണ്ട ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് യൂണിയൻ അഴിച്ച് സെറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ 2 യൂണിയൻ കൂടെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ടാങ്ക് 2000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ്. ലിറ്ററിന് 9 രൂപ വില വരുന്ന ടാങ്കാണ്. ഇത് ഒരു കുറഞ്ഞ ടാങ്ക്, ഏകദേശം ഒരു കുറഞ്ഞ ടാങ്കാണ്. 2000 ലിറ്റർ ആകുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. കാരണം 1000 ലിറ്ററിന് 7 രൂപയാണെങ്കിൽ 2000 ലിറ്റർ അതിനെക്കാട്ടിയും കൂടിയ റേറ്റായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഇതിലോട്ട് പമ്പ് ചെയ്യാൻ ഇത് മതി. 1500 ലിറ്ററായി 750 2 ടാങ്കുകളുണ്ടെങ്കിൽ നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ മുകളിൽ 1500-ഉം താഴെ 2000-ഉം എപ്പോഴും ഒരു 500 ലിറ്റർ വെള്ളം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനും സാധിക്കും. 500 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഡ്രൈ റണ്ണായിട്ട് ഓടില്ല. എപ്പോഴും ഒരു 500 ലിറ്റർ വെള്ളം അതിൽ കിടക്കും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ താഴെ കപ്പാസിറ്റി കൂടിയ ടാങ്കുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ സബ്മേഴ്സിബിൾ പമ്പ് വയ്ക്കുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ, അതായത് സബ്മേഴ്സിബിൾ പമ്പ് വയ്ക്കുന്ന വീഡിയോ ഞാൻ മുൻകാലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നിലവിൽ വെള്ളം വന്നിട്ടില്ല. അപ്പോൾ ലൈനിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പം വെള്ളം വന്നതിന് ശേഷം ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.